മലപ്പുറത്തെ ചട്ടിപ്പറമ്പിൽ പ്രസവത്തിനിടെ 35 വയസ്സുള്ള അസ്മയുടെ ദുരൂഹമരണം നിരവധി ചോദ്യങ്ങളാണ് അവശേഷിപ്പിക്കുന്നത്. അഞ്ചാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടെ അസ്മ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഈ ദുരൂഹതയാണ് പോലീസ് അന്വേഷണത്തിന് കാരണമായത്. 63,500 സബ്സ്ക്രൈബർമാരുള്ള മടവൂർ കാഫില എന്ന യൂട്യൂബ് ചാനലിലെ മതാധ്യാപകനായ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീൻ പ്രസവസമയത്ത് പ്രസവചികിത്സയിൽ പരിചയസമ്പന്നയായ ഒരു സ്ത്രീയിൽ നിന്ന് സഹായം തേടിയതായി അസ്മയുടെ ബന്ധുക്കളോട് പറയുന്നുണ്ട്. എന്നാൽ പ്രസവശേഷം രക്തസ്രാവം ഉണ്ടായതായും സിറാജുദ്ദീൻ വൈദ്യസഹായം തേടാൻ തയ്യാറായില്ലെന്നും അസ്മയുടെ കുടുംബം ആരോപിക്കുന്നു. അമിതമായ അന്ധവിശ്വാസമാണോ ദുരന്തത്തിന് കാരണമായതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. സിറാജുദ്ദീന്റെ കുടുംബം ആ പ്രദേശത്ത് 1.5 വർഷമായി താമസമുണ്ടെങ്കിലും അയൽക്കാരുമായി ഒരു തരത്തിലുമുള്ള ബന്ധമില്ല. സിറാജുദ്ദീൻ എന്ന പേരും വിവരങ്ങളും കഴിഞ്ഞ ദിവസം വാർത്തയിൽ കാണിക്കുമ്പോഴാണ് പലരും സിറാജുദ്ദീനെക്കുറിച്ച് അറിയുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള മദ്രസ അധ്യാപകനാണ് സിറാജുദ്ദീൻ എന്നായിരുന്നു അവിടെ താമസിക്കാൻ വരുമ്പോൾ പറഞ്ഞിരുന്നത്. പലപ്പോഴായി പ്രഭാഷണങ്ങൾക്കും ഇയാൾ പോകാറുണ്ട്. കുട്ടികളെ സ്കൂളിൽ വിടാൻ മാത്രമാണ് അസ്മ പുറത്തിറങ്ങുന്നതെന്ന് അയൽക്കാർ പറയുന്നു. ജനുവരിയിൽ ആശാവർക്കർമാർ അസ്മയുടെ വീട്ടിലെത്തി അവർ ഗർഭിണിയാണോ എന്ന് തിരക്കിയിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ജനലിലൂടെ അല്ലെന്നാണ് അസ്മയിൽ നിന്നും ലഭിച്ച മറുപടി. എന്നാൽ കഴിഞ്ഞ ദിവസം അയൽവാസികൾ വിവരം അന്വേഷിക്കുമ്പോഴാണ് അസ്മ 8 മാസം ഗർഭിണിയാണെന്നുള്ള വിവരം പുറത്തുവരുന്നത്. കുഞ്ഞ് ജനിച്ച വിവരം വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയാണ് സിറാജുദ്ദീൻ എല്ലാവരെയും അറിയിച്ചത്. തങ്ങളുടെ വാടക വീട്ടിലേക്ക് വഴിയില്ലാത്തതിനാൽ കാർ അടുത്തുള്ള ഒരു വീട്ടിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നതും. രാത്രി 8 മണിയോടെയാണ് സിറാജുദ്ദീൻ കാർ എടുത്തതെന്ന് കുടുംബം പറയുന്നു. എന്നിരുന്നാലും എപ്പോഴാണ് ആംബുലൻസ് വിളിച്ച് മൃതദേഹം കൊണ്ടുപോയതെന്നുള്ള കാര്യത്തിൽ അടിമുടി ദുരൂഹതയാണ്. അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഭാര്യയ്ക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹം ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞിരുന്നതായും പറയുന്നുണ്ട്. മരണകാരണം വ്യക്തമാക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ പോലീസിന് കൂടുതൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിവരം. പോലീസ് വളരെ ഗൗരവത്തോടെയാണ് കേസ് അന്വേഷിക്കുന്നതും. സിറാജുദ്ദീനും അസ്മയും അക്യുപങ്ചർ ചികിത്സയിൽ ബിരുദമുള്ളവരാണ്. വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനു മുൻപും സമാനമായ കേസുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പരമ്പരാഗത ആചാരങ്ങളും വിശ്വാസങ്ങളും പല കുടുംബങ്ങളെയും ആശുപത്രി പ്രസവങ്ങൾ ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുന്ന വീട്ടുപ്രസവങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഇത്തരം സംഭവങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. അമിത രക്തസ്രാവവും പ്രസവം ശരിയായി കൈകാര്യം ചെയ്യാത്തതും ഉൾപ്പെടെയുള്ള വീട്ടുപ്രസവങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ആരോഗ്യ ഉദ്യോഗസ്ഥർ ഊന്നിപ്പറയുന്നുണ്ട്. സമയബന്ധിതമായ മെഡിക്കൽ ഇടപെടലില്ലെങ്കിൽ ഇത് മാരകമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മരണകാരണം അശ്രദ്ധ അല്ലെങ്കിൽ അന്ധവിശ്വാസപരമായ ആചാരങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അസ്മയുടെ മരണത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്.